കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. വളപട്ടണത്തെ മോഷണത്തിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നത്. നിങ്ങൾക്കറിയാം, 1,21,00,000 രൂപ, 1,21,00,000 രൂപയും 300 പവനും അടിച്ചു മാറ്റിയ അയൽവാസിയുടെ കൂടുതൽ വിവരങ്ങളുമായിട്ടാണ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നത്. വളരെ സശ്രദ്ധമായി, വളരെ ഇൻ്റലിജൻസോടെയാണ് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ച പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്ക് കീഴിൽ ഇനി മറ്റാരെങ്കിലും പ്രവർത്തിച്ചു എന്നുകൂടി അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനത്തിൽ വെളിപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് കമ്മീഷണർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കും. 24-ാം തീയതി രാത്രി നമുക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതി പ്രകാരം ഇവിടെ ഒരു വീട്ടിൽ മന്ന സ്വദേശി ഒരു അഷ്റഫ്, അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം ഒരു 25-ാം തീയതി പുലർച്ചെ രാവിലെ 1:30 മണിക്ക് ഞങ്ങൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു. FIRൻ്റെ ചുരുക്കം പ്രകാരം ഈ പരാതിക്കാരി 19-ാം തീയതി കുടുംബ സമേതം മധുരൈ ഒരു കല്യാണത്തിൽ പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നത് 24-ാം തീയതിയാണ്. വൈകിട്ട് വന്നപ്പോൾ കണ്ടത് വീട്ടിൽ ഒരു ലോക്കർ പൊട്ടിച്ചിട്ട് അതിൽ വെച്ചിട്ടുള്ള 1 crore 1 കോടി രൂപ, പിന്നെ അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം 300 പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു. വീടിൻ്റെ പുറകിലുള്ള ജനൽ പൊട്ടിച്ചിട്ട് ഈ പ്രതി ഈ FIRൻ്റെ അക്യൂസേഷൻ പ്രകാരമാണ് മോഷണം നടത്തിയത്. ഞങ്ങൾ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ട് സീൻ ഗാർഡ് വെച്ചു. പിറ്റേ ദിവസം ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട്, ഡോഗ് സ്ക്വാഡ് അടക്കം ഒരു പ്രത്യേകം അന്വേഷണം ടീം സീൻ പരിശോധിച്ചു. ACP കണ്ണൂർ രത്നകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 20 മെമ്പേഴ്സ് ഒരു അന്വേഷണം സംഘം രൂപീകരിച്ചു. ഈ അന്വേഷണം സംഘമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 4 IPSHOമാർ, IPSHO വളപട്ടണം ശ്രീ സുമേഷ്, IPSHO ചക്രക്കൽ ശ്രീ ആസാദ്, IPSHO മയിൽ ശ്രീ സഞ്ജയ്, IPSHO കണ്ണൂർ സിറ്റി ശ്രീ സനൽകുമാർ, അതുപോലെ തന്നെ നമ്മുടെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൻ്റെ SI ശ്രീ വിപിൻ, SI ശ്രീ ഉണ്ണികൃഷ്ണൻ, SI ശ്രീ രാജീവൻ, കണ്ണൂർ ക്രൈം സ്ക്വാഡ്, കണ്ണൂർ സിറ്റി ക്രൈം സ്ക്വാഡ്, അതുപോലെ തന്നെ കണ്ണൂർ റൂറൽ ജില്ലയുടെ സ്ക്വാഡിൻ്റെ 4 പേർ കൂടി ഈ അന്വേഷണം ടീമിൻ്റെ ഭാഗമായിട്ട് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏകദേശം 115 CDRകൾ വെരിഫൈ ചെയ്തു. പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ട്രാക്ക് ബേസിൽ CDR എടുത്തിട്ട് അതിൻ്റെ അനാലിസിസ് എല്ലാം നടത്തി. ഏകദേശം 100ഓളം CCTV ക്യാമറകൾ ഫുട്ടേജ് സംഘടിപ്പിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 24/7 ബേസിസിൽ വെരിഫിക്കേഷൻ നടത്തി. 76 ആളുകളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് വെരിഫൈ ചെയ്തു. ഏകദേശം 67 മോഡസ് ഓപ്പറാൻഡി ഉള്ള ക്രിമിനലുകളുടെ ബാക്ക്ഗ്രൗണ്ട്, പ്രസൻറ്റ് സ്റ്റേറ്റസ്, ലൊക്കേഷൻ അടക്കം വെരിഫൈ ചെയ്തു. 215 ആളുകൾക്ക് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു. വിറ്റ്നസ് ഇല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ആളുകൾ ഞങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നോക്കി പരിശോധിച്ചു, വെരിഫൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണം സംഘം കോഴിക്കോട് മുതൽ മാംഗ്ലൂർ വരെ ഉള്ള പ്രത്യേകം റെയിൽവേ ലൈനിൻ്റെ അടുക്കമുള്ള ടവർ ഡംപ് പ്രത്യേകം ശേഖരിച്ചു, അതിൻ്റെ അനാലിസിസ് നടത്തി. അത് ഒരു വലിയ കാര്യമാണ്. കാരണം കോഴിക്കോട് ടു മാംഗ്ലൂർ ഒരു വലിയ ഡിസ്റ്റൻസ് ആണ്. ഈ എല്ലാം ടവർ ഡംപ് ഞങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു, അതിൻ്റെ അനാലിസിസ് നടത്തി. അതുപോലെ തന്നെ കുറേ ലോഡ്ജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു. ഏകദേശം 35 ലോഡ്ജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു. രജിസ്റ്റർ അടക്കം എല്ലാം വെരിഫൈ ചെയ്തു.
പഴയ CCTV ഫുട്ടേജുകൾ ഞങ്ങൾ ശേഖരിച്ചു. കാരണം നമുക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സംശയമുണ്ടായിരുന്നു. പഴയ കേസുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആൾ ഇതിലും ഇൻവോൾവ് ഉണ്ടാവണം, ഇതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പഴയ CCTV ഫുട്ടേജുകൾ, പഴയ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസുകളുടെ CCTV ഫുട്ടേജ് അത് ശേഖരിച്ചിട്ട് അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്തിട്ട് അതും പരിശോധന ചെയ്തിട്ട് നോക്കി. ഈ കേസ് ക്രൈം സീനിന് നമുക്ക് ഒരു CCTV ഫുട്ടേജ് കിട്ടിയിരുന്നു. ആ CCTV ഫുട്ടേജ് പ്രകാരം ഒരു ചെറിയ സംശയം, ഒരു കഷണ്ടി ഉള്ള ആൾ ഒരു ഇതിലെ സംശയമായിട്ട് ഉണ്ടാവണം, ഒരു കഷണ്ടി ആൾ ഉണ്ടാവണം. അതൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ആംഗിൾ പ്രത്യേകമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് നോക്കി. അവിടെ ഒരു ഡമ്മി ആൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് പ്ലേസ് ഓഫ് ഓക്കറൻസിലേക്ക് കൊണ്ടുപോയിട്ട് ഡെമോ നടത്തിയിട്ട് കൂടി നോക്കിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഈ CCTV പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ ലീഡ് കിട്ടി. ഒരു ആൾ നമുക്ക് സംശയമായിട്ട് ഈ CCTV ഫുട്ടേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സംശയം വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴുള്ള പ്രതീക് ഈ കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി. ഈ മാച്ചിങ് ചെയ്തപ്പോൾ നമുക്ക് കീച്ചേരി 803/2023 കേസ് ഒരു ക്രൈം നമ്പർ ഉണ്ടായിരുന്നു. ആ കേസ് ഒരു ഇതുവരെ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസാണ്. അതും ഒരു സെയിം മോഡേഴ്സ്, ഹൗസ് ബ്രേക്കിംഗ് മോഡേഴ്സിൻ്റെ കേസാണ്. നമുക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ പ്രതി ഈ കേസിൻ്റെ പ്രതി ഒരു ചെറിയ സിമിലാരിറ്റി ആണ്, അത് സംശയം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ കേസിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഈ ആളുടെ ഫിംഗർ പ്രിൻ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കീച്ചേരി കേസായിട്ട്. സോ നമ്മുടെ സംശയം അത് പിന്നെ സ്ട്രോങ് ആയി, ദാറ്റ് ദിസ് പേഴ്സൺ ഇറ്റ് സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ. നമ്മുടെ പ്രസൻറ്റ് കേസും ഈ ആൾ തന്നെ ഇൻവോൾവ് ആണ്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്തു. വൈകിട്ട് ഏകദേശം നമുക്ക് 7 o'clock വരെ നമുക്ക് ഈ ആൾ ഒരു അക്സെപ്റ്റ് ചെയ്തു ദാറ്റ് ഹി ഹാസ് ഓൺലി ഡൺ ദിസ് തെഫ്റ്റ്. ഈ ആൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത്. ഈ കൺഫെഷനിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾ ഫർദർ പ്രൊസീജിയർ എടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി 27 എത്ര സെക്ഷനാണ് റിക്കവറി ഏർപ്പാടാക്കി. റിക്കവറി നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തുള്ള വിറ്റ്നസ്, റവന്യൂ വിറ്റ്നസ് ഏർപ്പാടാക്കിയിട്ട് ഏകദേശം 10 to 11 o'clock ഞങ്ങൾ ഈ റിക്കവറി ചെയ്തിട്ടുണ്ട്. റിക്കവറിൻ്റെ ഭാഗമായിട്ട് ഈ ആൾ ഈ സാധനം മോഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വളരെ നന്നായിട്ട് ഈ എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. സോ അദ്ദേഹത്തെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ ജനൽ എങ്ങനെ എടുക്കണം, പിന്നെ ഈ വെൽഡിങ് സീലിങ്ങിൻ്റെ കാര്യം എങ്ങനെ ചെയ്യണം, വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കുറേ ടൂൾസ് അടക്കമെല്ലാം ഉണ്ട്. സോ അദ്ദേഹം ഈ സാധനമെല്ലാം ഈ ആൾ നമുക്ക് കാണിച്ചിട്ട് കൊടുത്തു. ഞങ്ങൾ റിക്കവറി നടത്തി. റിക്കവറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 1.21 crores, എക്സാക്ട്ലി പറഞ്ഞാൽ 1,21,43,000 rupees ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട്. 267 pound സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാമിൽ പറഞ്ഞാൽ 2136 gram ഓഫ് ഗോൾഡ് ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ റിക്കവറി നടത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാക്കി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫർദർ നമുക്ക് പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്.
അദ്ദേഹത്തെ ഇന്നെ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തിട്ട് ഫർദർ കസ്റ്റഡിയിൽ ഭാവിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കസ്റ്റഡിയിൽ എടുക്കും. ഫർദർ ഇൻട്രോഗേഷൻ ചെയ്യും. വേറെ എന്തെങ്കിലും കേസിൽ ഇൻവോൾവ്മെൻ്റ് ആണോ അത് നിങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ആണ് ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്തപ്പോൾ ആണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അതെ, അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു വലിയ വീടാണ്. വലിയ വീടായതുകൊണ്ട് അതിൽ നെയ്ബർ കൂടിയാണ്. തൊട്ട് അടുത്തുള്ള വീടായതുകൊണ്ട് അദ്ദേഹത്തെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ട്. ഇതിൽ നല്ല പോലെ ഇത് സാധനം ഉണ്ടാവണം, ക്യാഷ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ മറ്റ് സാധനം ഉണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യമാണ് ഈ വീടാണ്, ഈ സ്ഥലമാണ് ടാർഗറ്റ് ചെയ്തത്. അല്ല, ബന്ധമൊന്നുമില്ല. ഇതുവരെ നമുക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഭാവി ഇപ്പോൾ അന്വേഷണം നിങ്ങൾ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ ദിവസം സ്വർണം എടുക്കുകയും രണ്ടാമത്തെ ദിവസം വന്നിട്ട് പണമെടുക്കുക, അങ്ങനെയാണോ? എന്താണ്? രണ്ടാമത്തെ ദിവസം അദ്ദേഹം 20-ാം തീയതിയാണ് ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് നടത്തിയത്. ഒരു ഏകദേശം 40 മിനിറ്റ്സ് ഉള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ സാധനം എടുത്തിട്ട് വളരെ ഒരു എക്സ്പേർട്ടായിട്ട് അദ്ദേഹം വീട്ടിൽ കയറി പരമാവധി ഈ CCTV ക്യാമറകൾ അവോയ്ഡ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ ആ CCTV ഒരു ക്യാമറ അദ്ദേഹം ടിൽറ്റ് ചെയ്തപ്പോൾ ആ ക്യാമറയുടെ ഫുട്ടേജ് ബൈ മിസ്റ്റേക്ക് അകത്തുള്ള റൂമിലേക്ക് വന്നു. ബൈ മിസ്റ്റേക്ക് ഇറ്റ് ഹാസ് കം. സോ ആ ഫുട്ടേജ് നമുക്ക് കിട്ടി. അതൊരു നല്ല ലീഡായിരുന്നു. സോ അദ്ദേഹം 20-ാം തീയതി ഈ ഓപ്പറേഷനാണ് ചെയ്തത്. 21-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു ടൂൾ മിസ്സിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് ലെഫ്റ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് ഓക്കറൻസ്. സോ അദ്ദേഹം ഈ ടൂൾ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ടൂൾ നമുക്ക് FIR ചെയ്തിട്ട് പ്ലേസ് ഓഫ് ഓക്കറൻസ് പരിശോധിക്കാൻ സമയത്ത് ഞങ്ങൾ സീസ് ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം തന്നെയാണ് സ്വർണ്ണം പണവും ഒക്കെ കൊണ്ടുപോയത്. എങ്ങനെ ചാക്കിൽ കെട്ടി എങ്ങനെയാണോ? അതെ, ബാഗ്, ഒരു സഞ്ചിയാണ് അദ്ദേഹം പ്ലേസ് ഓഫ് ഓക്കറൻസിന് ആണ് എടുത്തത്. ആ സഞ്ചി, പിന്നെ അദ്ദേഹം ഒരു മാസ്ക് ധരിച്ചിരുന്നു. പിന്നെ തുണി ധരിച്ചിരുന്നു. അതെല്ലാം ഉപയോഗം ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ശേഷം വീട്ടിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇപ്പോൾ റിക്കവറി ചെയ്യാൻ ഇപ്പോൾ പോകുന്നുണ്ട്. സോറി, അതെ, യെസ്. അത് അന്വേഷണത്തിൻ്റെ ഭാഗം ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇത് പരിശോധിച്ചിട്ട് ഇപ്പോൾ നോക്കണം. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതാണ്. അത് കുറച്ച് അധികമായിട്ട് ചോദ്യം ഇപ്പോൾ ചെയ്യാൻ ആവശ്യമാണ്. അധികമായിട്ട് CCTV ക്യാമറ ഇനിയും നമുക്ക് പരിശോധിക്കാൻ ബാക്കിയാണുള്ളത്. കണ്ണൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വളപട്ടണത്ത് നടന്ന മോഷണത്തിൻ്റെ ദുരൂഹത മാറ്റുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അജിത് കുമാറാണ് കണ്ണൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ.